ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാമീസ് തിയറം എന്താണെന്നാണ്. ലാമീസ് തിയറം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 3 ഫോഴ്സുകൾ കൺസിഡർ ചെയ്യുന്നു. അതിൽ F1, F2, F3 ഇങ്ങനെ 3 ഫോഴ്സുകളെ കൺസിഡർ ചെയ്യുന്നു. ഈ ലാമീസ് തിയറത്തിന് വേണ്ടിയിട്ട് ഈ 3 ഫോഴ്സുകളും കോപ്ലനാറും കൺകറൻറ്റും ആയിരിക്കണം. കോപ്ലനാർ എന്ന് പറയുന്നത് ഈ 3 ഫോഴ്സുകളും ഒരു പ്ലെയിനിലായിരിക്കണം. കൺകറൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ഫോഴ്സുകളുടെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യണം. ഇപ്പോൾ F1-ൻ്റെയും F2-ൻ്റെയും F3-യുടെയും ലൈൻ ഓഫ് ആക്ഷൻ വന്ന് മീറ്റ് ചെയ്യുന്നത് ഒറ്റ പോയിന്റിലാണ്. അതുകൊണ്ട് തന്നെ ഇത് കൺകറൻറ്റുമാണ്. അങ്ങനെ കോപ്ലനാറും കൺകറൻറ്റുമായിട്ടുള്ള 3 ഫോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഫോഴ്സുകൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള 2 ഫോഴ്സിനിടയിലുള്ള ആംഗിളിൻ്റെ സൈനിന് പ്രപ്പോർഷണൽ, സൈൻ ആംഗിളിന് പ്രപ്പോർഷണലായിരിക്കും. ഇതാണ് ലാമീസ് തിയറം പറയുന്നത്. ഇപ്പോൾ F2-നും F3-നും ഇടയിലുള്ള ആംഗിൾ നമ്മൾ ആൽഫ എന്നും F2-നും F1-നും ഇടയിലുള്ള ആംഗിൾ നമ്മൾ ഗാമ എന്നും F1-നും F3-നും ഇടയിലുള്ള ആംഗിളിനെ നമ്മൾ ബീറ്റ എന്നും എടുത്തു കഴിഞ്ഞാൽ F1 എന്ന് പറയുന്നത് സൈൻ ആൽഫയ്ക്ക് പ്രപ്പോർഷണലായിരിക്കും. അതായത് F1-ൻ്റെ എതിർവശത്തുള്ള 2 ഫോഴ്സുകളായ F2-നും F3-യുടെയും ഇടയിലുള്ള ആംഗിളായ ആൽഫയുടെ സൈൻ ആൽഫയ്ക്ക് പ്രപ്പോർഷണലായിരിക്കും F1. അതുപോലെ F2 എന്ന് പറയുന്നത് സൈൻ ബീറ്റയ്ക്ക്, ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഇത് സൈൻ ബീറ്റ ആയിരിക്കും. F3 ഡിവൈഡഡ് ബൈ സൈൻ ഗാമ. അപ്പോൾ ഇതാണ് ലാമീസ് തിയറം എന്ന് പറയുന്നത്. ലാമീസ് തിയറം ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നോക്കുന്നത്. ഈ പ്രോബ്ലത്തിൽ പറയുന്നത് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിലും 2 സ്റ്റേ വയറുകൾ ഉപയോഗിച്ച് സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും 150 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു ബൾബ് തൂക്കിയിട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സി എന്ന് പറയുന്ന ഈ വയറിലും സി ബി എന്ന് പറയുന്ന ഈ വയറിലും അനുഭവപ്പെടുന്ന ടെൻഷൻ എത്രയാണ് എന്നതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് ആദ്യം നമ്മളിത് ലാമീസ് തിയറം ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് 3 ഫോഴ്സുകൾ കൺകറൻ്റ് ആയിരിക്കണം. അപ്പോൾ 3 ഫോഴ്സുകൾ നോക്കുമ്പോഴത്തേക്ക് ഒന്ന് ഇതിനകത്ത് അനുഭവപ്പെടുന്നത് ടെൻഷനാണ്. ആ ടെൻഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അനുഭവപ്പെടും. ഇതിലും സി ബി എന്ന് പറയുന്ന ഒരു ടെൻഷൻ അനുഭവപ്പെടുന്നുണ്ട്. അത് മുകളിലോട്ടായിരിക്കും. ഈ ടെൻഷൻ എപ്പോഴും ഈ ഔട്ട്വേർഡായിട്ട് മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. അതുപോലെ ഈ വെയിറ്റ് എപ്പോഴും താഴോട്ട്. അപ്പം 3 ഫോഴ്സുകളുണ്ട്. ഈ 3 ഫോഴ്സുകൾ നമുക്ക് കിട്ടി. ഇനി ഇതിനിടയിൽ ആംഗിളും കൂടെ ഉണ്ടെങ്കിൽ ഇത് കൺകറൻറ്റുമാണ്. കാരണം പോയിന്റ് ലൈൻ ഓഫ് ആക്ഷൻ ഒരു സി എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനിടയിലുള്ള ആംഗിളുകളും കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലാമീസ് തിയറം അനുസരിച്ച് നമുക്ക് ഈ ടെൻഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെയായിരിക്കും വരുന്നത്. സി എന്ന പോയിന്റ് ഇവിടെ ടെൻഷൻ ടി എ സി ഇങ്ങോട്ടും ടി ബി സി ഇങ്ങോട്ടും അനുഭവപ്പെടുന്നു. 150 ന്യൂട്ടൺ താഴോട്ടും അനുഭവപ്പെടുന്നു. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ടെൻഷൻ എ സി, ടെൻഷൻ ബി സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനാദ്യം നമുക്ക് ഇവിടുത്തെ ആംഗിളുകളെല്ലാം കണ്ടുപിടിക്കണം. ആംഗിളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ബി എന്ന് പറയുന്ന സാധനം ഈ ഒരു പോയിന്റിൽ ഫിക്സ് ചെയ്തിരിക്കുന്നു. ഇവ തമ്മിലുള്ള ആംഗിൾ നമുക്ക് 45 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ എ എന്ന് പറയുന്ന പോയിന്റും ഈ എ സി എന്ന് പറയുന്ന ഈ ടെൻഷൻ വയറും ഇതിൽ നിന്ന് മാറി 60 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഈ 2 ആംഗിൾ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ആംഗിൾ ഉപയോഗിച്ച് നമുക്ക് ബാക്കിയുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 2 പോയിന്റ് പരസ്പരം അങ്ങ് ജോയിൻ ചെയ്യും. അപ്പോൾ ഇതങ്ങനെ അങ്ങ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു ട്രയാങ്കിളായിട്ട് കിട്ടും. ഈ ട്രയാങ്കിളായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇത് 45 ഡിഗ്രി, ഇത് 60 ഡിഗ്രി. ഒരു ട്രയാങ്കിളിൻ്റെ മുഴുവൻ ആംഗിൾ 180 ഡിഗ്രി. അപ്പോൾ ഇത് 105 ഡിഗ്രി ആയി രണ്ടും കൂടെ. അപ്പോൾ ബാക്കി 150 ആവാൻ 75 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ആംഗിൾ നമുക്ക് കിട്ടി, 75 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഈ ടി ബി സിക്കും ടി എ സിക്കും ഇടയിലുള്ള ആംഗിളിനെ നമുക്ക് 75 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ 2 ആംഗിളും കൂടെ വേണം. അപ്പം അതിനായിട്ട് ഈ സി എന്ന് പറയുന്ന പോയിന്റിലൂടെ ഈ ബി എക്ക് പാരലായിട്ട് ഒരു ലൈൻ നമ്മൾ വരയ്ക്കും. അങ്ങനെ പാരലായിട്ടൊരു ലൈൻ വരയ്ക്കുമ്പോൾ
ഇത് രണ്ട് പാരലൽ ലൈൻസാണ്. അതിനെ ഒരു ലൈൻ വെച്ച് കണ്ണിക്കുമ്പോൾ ഈ ആംഗിളും സെയിം ആയിരിക്കും. അപ്പോൾ ഇത്രയും ആംഗിൾ നമുക്ക് 45 ഡിഗ്രിന്ന് കിട്ടി. ഇനി ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഇത് വെർട്ടിക്കലായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 90ഉം 45ഉം കൂടെ ആകുമ്പോൾ ഈ ആംഗിൾ നമുക്ക് 135 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഈ 150നും ഈ ടെൻഷനും ഇടയിലുള്ള ഈ ആംഗിൾ നമുക്ക് കിട്ടി. ആംഗിൾ 135 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇതിപ്പോൾ രണ്ട് പാരലൽ ലൈൻസാണ്. ഈ ഒരു ലൈൻ കണ്ണിക്കുമ്പോൾ ഈ 60 ഡിഗ്രി, ഇപ്പോൾ ഇവിടെയും 60 ഡിഗ്രിയാണ്. ഇതെന്ന് പറയുന്നത് റൈറ്റ് ആംഗിളാണ്, അതുകൊണ്ട് 90 ഡിഗ്രി. 90ഉം 60ഉം കൂടെ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 150 ഡിഗ്രി വരും. അപ്പോൾ നമുക്ക് ഈ ആംഗിളും കിട്ടി 150 ഡിഗ്രി. അപ്പോൾ മൂന്ന് ആംഗിളുകളും 3 ഫോഴ്സുകളുണ്ട്. ഇനി നമുക്കിവിടെ ലാമീസ് തിയറം അപ്ലൈ ചെയ്ത് നോക്കാം. തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഈ 150 ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷണലായിരിക്കും? അതിൻ്റെ ഓപ്പോസിറ്റുള്ള രണ്ട് ഫോഴ്സുകൾക്കിടയിലുള്ള ആംഗിളിൻ്റെ സൈനിന് പ്രൊപ്പോർഷണലായിരിക്കും. അപ്പോൾ സൈൻ 75 ഡിഗ്രി. ഈ ടെൻഷൻ ബി സി എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് 150 ഡിഗ്രി, അപ്പോൾ സൈൻ 150 ഡിഗ്രി. ടെൻഷൻ എ സി എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ 135 ഡിഗ്രി, അപ്പോൾ സൈൻ 135 ഡിഗ്രി. അപ്പം നമുക്ക് ലാമീസ് തിയറം വഴി ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് ടി ബി സിയും ടി എ സിയും കണ്ടുപിടിക്കണം. ഈ രണ്ട് ഇക്വേഷൻ മാത്രം ഇനി എടുത്തു കഴിഞ്ഞാൽ ടി ബി സി എന്ന് പറയുന്നത് ഇതിവിടെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യും. സൈൻ 150 ഇൻറ്റു സൈൻ 150 ഡിവൈഡഡ് ബൈ സൈൻ 75 ഡിഗ്രി. ഇത് നമുക്ക് ചെയ്തെടുക്കുമ്പോൾ 77.65 ന്യൂട്ടൺ എന്ന് കിട്ടും. അതാണ് ടെൻഷൻ ബി സി എന്ന് പറയുന്നത്. അടുത്ത രണ്ട് ഇക്വേഷൻ എടുത്തിട്ട് ഇതിൽ സൈൻ 135നെ ഇവിടെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 150 ഇൻറ്റു സൈൻ 135 ഡിവൈഡഡ് ബൈ സൈൻ 75. അത് ചെയ്യുമ്പോൾ നമുക്ക് ടി എ സി കിട്ടും. അപ്പോൾ നമുക്ക് ഈ രണ്ട് ടെൻഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. അപ്പോൾ ലാമീസ് തിയറം ഉപയോഗിച്ച് ടി എ സി എന്ന് പറയുന്ന ടെൻഷനും അതുപോലെ ടി ബി സി എന്ന് പറയുന്ന ടെൻഷനും നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണ് ലാമീസ് തിയറവുമായി ബന്ധപ്പെട്ട പ്രോബ്ലം.